ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികളുടെ സൂപ്പർ ഹീറോ ആയിട്ടുള്ള നമ്മൾ സ്പൈഡർമാൻ്റെ ഒരു തീം കേക്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കേക്ക് റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നില്ല, കാരണം ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. ആ ഒരു റെസിപ്പി വേണ്ടവർ ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങൾ അതിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ തീം എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഞാനിതിൽ കാണിക്കുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളെ കേക്ക് ക്രം കോട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിമേൽ ഫൈനൽ കോട്ടും കൂടെ കൊടുത്തിട്ട് ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ ഇതിൻ്റെ മുകളിലുള്ള വർക്കൊക്കെ ചെയ്യണത്. അപ്പോൾ എനിക്ക് കിട്ടിയ തീം കേക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള ഒരു തീമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ല. അപ്പോൾ അവർ കസ്റ്റമർ പറഞ്ഞ ആ ഒരു പിക്ക് അയച്ചു തന്നിട്ട് അതുപോലെ മതി എന്ന് പറഞ്ഞപ്പം ആ ഒരു തീമാണ് കേട്ടോ ഞാനിതിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് സ്പൈഡർമാൻ്റെ ഒരുപാട് പിക്കൊക്കെ നമ്മളെ ഗൂഗിളിലൊക്കെ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നന്നായിട്ട് കേക്ക് നന്നായി ഫിനിഷ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. ഇപ്പോൾ ഇതിൻ്റെ റേഷ്യോ ഞാൻ പറയാം. 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്ക് അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു ഗനാഷാണ് വേണ്ടത്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സൂപ്പർ റെഡ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു റെഡ് കിട്ടാനായിട്ട് അത്യാവശ്യം കളർ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ സൂപ്പർ റെഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല ആ ഒരു റെഡ് കിട്ടണമല്ലോ. ഇനി അത് നമ്മൾ ഗനാഷിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത്യാവശ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിലേക്കാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട്, കാരണം എനിക്ക് തിക്കായിട്ട് വേണം. അപ്പോൾ എൻ്റെ ഒരു തീമിൽ എന്ന് പറയുമ്പം സൈഡിലൊക്കെ ഡ്രിപ്പായിട്ടുള്ള ആ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര തിക്കായിട്ടുള്ള ഗനാഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ കേക്ക് ഇതുപോലെ ചെരിച്ച് പിടിച്ചാൽ തന്നെ അത്യാവശ്യം എല്ലാ ഭാഗത്തേക്കും നമ്മൾ ക്രീം സ്പ്രെഡായി പോയിക്കോളും. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്കൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി ആവാത്ത ഭാഗത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ക്രീമും കൂടി ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ബാക്കി വന്നിട്ടുള്ള ക്രീം പൈപ്പിംഗ് കവറിൽ എടുത്തിട്ട് സൈഡിൽ കൂടെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് 1 kgയുടെ ഒരു കേക്കാണ്. 1 kgയുടെ ഹൈറ്റുള്ള കേക്കാണ്. ഇതിപ്പോൾ 7 ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കേക്ക് നല്ലോണം സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളെ സ്പൈഡറിൻ്റെ വെബ് ഉണ്ടല്ലോ, നമ്മൾ ആ വലയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഒരു പൈപ്പിംഗ് കവറിലാക്കിയിട്ട് ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രിഡ്ജിൽ 10 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെറ്റായിട്ട് കിട്ടും. അത് നമുക്ക് ഡയറക്റ്റ് കേക്കിൻ്റെ മുകളിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കറുപ്പ് വല കിട്ടും. ഇനി ഞാനിവിടെ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് സ്പൈഡർമാൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ നമുക്കിതിൻ്റെ കേക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കേക്കിൻ്റെ ആ ലുക്ക് തന്നെ മാറി കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു സ്പൈഡർമാൻ തീം കേക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.